മറ്റു വാർത്തകൾ കൂടി നോക്കാം. രാമക്ഷേത്രം 370 അനുച്ഛേദം, വനിതാ സംവരണ ബിൽ എന്നിവ എടുത്തു പറഞ്ഞ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നുവെന്നും രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത നയപ്രഖ്യാപന പ്രസംഗത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രവും ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും വനിതാ സംവരണ ബിൽ പാസാക്കിയതും മുത്തലാഖ് നിരോധനവും മോദി സർക്കാരിന്റെ നേട്ടമായി രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. जम्मू कश्मीर से आर्टिकल 370 हटाने को लेकर शंकाएं थी, आज वो इतिहास हो चुकी है। 3 दशक बाद नारी शक्ति बंधन अधिनियम पारित करने के लिए मैं आपकी सराहना करती हूँ। इससे लोकसभा और विधानसभा के महिलाओं की ज्यादा भागीदारी सुनिश्चित हुई है। राम मंदिर के निर्माण की आकांक्षा सदियों से थी, आज ये सोच हो चुका है. രാജ്യം വികസന പാതയിലാണെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമായെന്നും മുർമു പറഞ്ഞു. ഐതിഹാസിക നേട്ടങ്ങളാണ് രാജ്യം കൈവരിച്ചതെന്നും ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയായി രാജ്യത്തിന് മാറാൻ സാധിച്ചുവെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ചന്ദ്രയാൻ ദൌത്യം, G20 ഉച്ചകോടി, ഏഷ്യൻ ഗെയിംസ് മെഡൽ നേട്ടം എന്നിവയും പരാമർശിച്ചായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ऐतिहासिक G20 सम्मेलन के सफलता ने पूरे विश्व में भारत की भूमिका को सशक्त किया. एशियाई खेलों में पहली बार 100 से अधिक मेडल जीते. ഡിജിറ്റൽ ഇന്ത്യ ഗ്രാമീണ മേഖലകളിൽ പോലും UPI ഉപയോഗം വ്യാപിപ്പിച്ചെന്നും വന്ദേ ഭാരത് ട്രെയിനുകൾ റെയിൽവേ വികസനത്തിന്റെ പുതിയ മുഖമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും ദ്രൗപദി മുർമു പറഞ്ഞു. യുവാക്കളും വനിതകളും കർഷകരും സാധാരണക്കാരുമാണ് രാജ്യത്തിന്റെ ശക്തി. ഇവരുടെ ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. രാജ്യം വർഷങ്ങളായി കാത്തിരുന്ന പല ലക്ഷ്യങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനിടെ നേടാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞുവെന്നും രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.